കർത്താവ് നമ്മളെ പിന്നെയും വചനം പഠിക്കുവാനായിട്ട് കൂട്ടിവരുത്തിയത് ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നാം തുടർച്ചയായിട്ട് ചിന്തിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള പഠനത്തിനായിട്ട് 21-ാമത്തെ വാക്യമാണ് ഇന്ന് വായിക്കുന്നത്. എബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 21 യാക്കോബിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വേദഭാഗം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഒരു വാക്യം മാത്രമാണ് യാക്കോബിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വാക്യം മാത്രം. കഴിഞ്ഞ ആഴ്ചയും നാം ചിന്തിച്ചത് അങ്ങനെ ഒരു വാക്യം മാത്രമായിരുന്നല്ലോ. യാക്കോബിനെ കുറിച്ച് നാം വിശദമായിട്ട് പഠിച്ചാൽ ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. തന്നെ വിശ്വാസവീരന്മാരുടെ കൂട്ടത്തിലാക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ പഠന വിഷയം. ഇവിടെ ആരംഭിക്കുന്നത് സാധാരണ ആരംഭിക്കുന്ന പോലെ തന്നെ 21-ാമത്തെ വാക്യം പറയുന്നത് വിശ്വാസത്താൽ യാക്കോബ് എന്ന് പറഞ്ഞ ബൈ ഫെയ്ത്ത് ജേക്കബ്. അപ്പോൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ യാക്കോബ് വന്നു. ന്യായമായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ ഒരു ശ്രേഷ്ഠമായ പദവിയിലേക്ക് വരുവാൻ സാധ്യതയില്ലാത്തതാണ്. യാക്കോബ് ദൈവമായിട്ട് മൽപ്പിടുത്തം നടത്തി തന്റെ പേര് ഇസ്രായേലിൽ നിന്ന് മാറ്റിയിട്ട് അനുഗ്രഹം പ്രാപിച്ച ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് അധ്യായത്തിലാണെന്ന് ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിലാണ്. 31-ാം അധ്യായം കൊണ്ട് യാക്കോബിന്റെ ചരിത്രം അന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അധ്യായത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് വരത്തില്ലായിരുന്നു. 32 തന്റെ ജീവിതത്തെ എല്ലാ നിലയിലും രൂപാന്തരപ്പെടുത്തിയ മാനസാന്തരപ്പെടുത്തിയ ഒരു സംഭവമാണ്. ഞാൻ രണ്ട് കാര്യം കൊണ്ട് അതിനോട് ചേർത്ത് പറയാം. ദാവീദിന്റെ ജീവിതത്തിൽ അതികഠിനമായ ലംഘനം സംഭവിച്ച അത് ഒത്തിരി കാര്യങ്ങളാണ്, ഒന്ന് രണ്ട് കാര്യമല്ല, ഒരധ്യായമാണ് 2 ശമൂവേൽ 11-ാം അധ്യായം. ആ അധ്യായത്തോടുകൂടെ ആ സംഭവത്തോടുകൂടെ തന്റെ ചരിത്രം അവസാനിച്ചിരുന്നെങ്കിൽ ദാവീദ് പ്രസംഗ വിഷയമാകത്തില്ലായിരുന്നു. അടുത്ത അധ്യായത്തിലാണ് തന്റെ മാനസാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു വലിയ വ്യത്യാസമാണ്. പത്രോസ് കൂടെ നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു, പല കാര്യങ്ങൾ അനുഭവിച്ചു, പുനരുദ്ധാരണം പ്രാപിച്ച കർത്താവിനെയും കണ്ടു. അതിനുശേഷം ഞാൻ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞ് കുറെ പേരെ കൊണ്ടങ്ങ് പോയി. അത് 21-ാം അധ്യായത്തിന്റെ യോഹന്നാൻ ആദ്യത്തെ വാക്യങ്ങളാണ്. ആ പോയ പോക്ക് അങ്ങനെ അങ്ങ് പോയി. പിന്നൊരു മടങ്ങിവരവിനെ കുറിച്ച് സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ പത്രോസിനെ കുറിച്ച് ആരും പ്രസംഗിക്കത്തില്ലായിരുന്നു. ഒരു മീൻപിടുത്തക്കാരൻ എന്താ പ്രസംഗിക്കാനാ? പത്രോസ് അങ്ങനെയല്ല. പത്രോസ് പിന്നെ ശ്രേഷ്ഠനായ ഒരു ദൈവദാസനായി അറിയപ്പെടുന്ന ഒരു അപ്പോസ്തലനായി. ഇവരുടെ 3 പേരുടെ ചരിത്രം ഞാൻ പറയാൻ കാരണം അവരെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അവരെ എല്ലാവരെയും മടക്കി വരുത്തിയിട്ട് പിൽക്കാലത്ത് അവരെ ശ്രേഷ്ഠന്മാരാക്കി തീർത്തു. അതാണ് പറഞ്ഞതിന്റെ സാരം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ യാക്കോബിനെ പോലെയോ ദാവീദിനെ പോലെയോ പത്രോസിനെ പോലെയോ ഒക്കെ പല വീഴ്ചകളോ പിന്മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു മടങ്ങി വരവിന് ദൈവം അവസരം തരുമ്പോൾ മടങ്ങി വരണം. മടങ്ങി വന്നാൽ മുൻപിനേക്കാളും ശ്രേഷ്ഠമായിട്ട് നമ്മുടെ ശേഷിക്കുന്ന കാലം തീരുമെന്നുള്ളത് സംശയമില്ല. അതിന് തെളിവാണ് വിശ്വാസത്താൽ യാക്കോബ് എന്ന് പറഞ്ഞ് ഈ വാക്യം ആരംഭിക്കുന്നത്. അത്രയോ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. ഇനിയും ആ വാക്ക് ഒന്നുകൂടെ വായിച്ചാൽ പറയുന്നത് വിശ്വാസത്താൽ യാക്കോബ് എന്ന ഈ എബ്രായ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താ? വാസ്തവത്തിൽ ഇസ്രായേൽ എന്ന. പക്ഷെ ദൈവാത്മാവ് രേഖപ്പെടുത്തിക്കുന്നത് എന്തുവാ? യാക്കോബ് എന്ന. അതെന്താണെന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ ആത്മാവ് നമ്മളെ ചില പഴയ കാര്യങ്ങൾ ഓർപ്പിക്കും. എന്തിനെന്നറിയാമോ? നമ്മളെ വേദനിപ്പിക്കാനല്ല, ഭാരപ്പെടുത്താനല്ല, നമ്മളെ ഒന്ന് ഹമ്പിളാക്കാനാ, ഒന്ന് വിനയപ്പെടുത്താനാ. ഇന്നും എന്നെ ദൈവം സ്നേഹിക്കുന്നല്ലോ എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് വിശ്വാസത്താൽ ഇത് പറഞ്ഞിട്ട് യാക്കോബ് തന്നെ വീണ്ടും പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില വീഴ്ചകൾ
കുറവുകൾ സംഭവിച്ചിട്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് ഓർത്തോണം. അത് നമ്മളെ നിരാശപ്പെടുത്തുവാനല്ല, നമ്മളെ വിനയപ്പെടുത്തുവാനാണ്. എന്നിട്ടും ദൈവം എന്നെ സഹായിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതിന്. അതുകൊണ്ടാണ് യാക്കോബ് എന്ന പേര് വീണ്ടും വന്നിരിക്കുന്നത്. അതിനോട് ചേർത്തും ഒന്ന് രണ്ട് വാക്കുകൂടെ ഞാൻ പറയാം. കർത്താവിന്റെ വംശാവലി, യേശുവിന്റെ വംശാവലി രേഖപ്പെടുത്തിക്കുന്ന ഭാഗം നിർത്തി മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 1, അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം അങ്ങനെ ആരംഭിക്കുന്നത്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ് അല്ലേ? അബ്രഹാം, ദാവീദ്, യേശു. 6-ാമത്തെ വാക്യം വായിച്ച്, 6-ാമത്തെ വാക്യം വേഴ്സ് 6. അവിടെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത്, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്ന അവളിൽ ശലോമോനെ അങ്ങനെ പറയണമായിരുന്നു. അബ്രഹാം, ദാവീദ്, യേശു വംശാവലി പറയാ, ശ്രേഷ്ഠമായ കാര്യമാണ്. വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. വായിച്ചു വരുന്ന 5-ാം വാക്യത്തിൽ വരുന്ന ഇടയ്ക്ക് ഇതെന്തിനാ വന്നേ? ദാവീദ് ശലോമോൻ ജനിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ദാവീദ് ബത്ശേബയിൽ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഊരിയാവിന്റെ ഭാര്യ ആയിരുന്നവളിൽ എന്ന് പറയേണ്ട കാര്യം എന്നാ? ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇനിയും പിന്നെയും അത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് സംശയം വരാം. ഇത്ര ശ്രേഷ്ഠമായ വംശാവലി പറയുന്ന വിഷയത്തിലും അവളുടെ പേരും വന്നു എന്നുള്ളത് അവളെ ആശ്ചര്യപ്പെടുത്തണം. എന്നെ ഇപ്പോഴും കർത്താവ് കൈവിട്ടില്ല എന്ന് ദാവീദിനെ ആശ്ചര്യപ്പെടുത്തണം. അത് കുറച്ചുകൂടെ ദൈവകൃപയെ അറിയാൻ, കരുണയെ അറിയാൻ, ദൈവത്തിന്റെ മനസ്സിനെ അറിയുവാൻ നമ്മളെ സഹായിക്കും. ഒരിക്കലും അത് ദോഷമല്ല. ഇനി പറയാനാണ് പല കാര്യങ്ങളും പിന്നെയും പറയാനുണ്ട്. വായിക്കേണ്ട വാക്യം യാക്കോബിന്റെ 2-ാം ലേഖനത്തിൽ വിശ്വാസം പ്രാവർത്തികമാക്കണമെന്ന് പറയുവാൻ ഉപയോഗിക്കുന്ന പല വാക്കുകളുണ്ട്. അതിൽ നമ്മുടെ പിതാവായ അബ്രഹാം പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. എങ്ങനെയാ? തന്റെ മകനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ടാണ് നീതീകരിക്കപ്പെട്ടത് വായിക്കുന്നു. ആ അബ്രഹാം എന്ന ശ്രേഷ്ഠനായ മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ട് അടുത്ത പറയുന്ന ആരുടെ പറയുന്ന അറിയാമോ? രാഹവ്. ആ പേരിനോട് ചേർത്ത് അവിടെ സ്വഭാവം കൂടെ പറഞ്ഞിട്ടുണ്ട്. അവളും പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അങ്ങനെ പറഞ്ഞതിന്റെ ആശയം, ഇവരുടെ ഒന്നും പേര് പരിപൂർണമായിട്ടും അങ്ങ് മാറ്റപ്പെട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അത് ഓർപ്പിക്കുന്നത് ദൈവം കരുണയുള്ളവനാണ്, മനസ്സുള്ളവനാണ്, ദയുള്ളവനാണ് എന്ന് നമ്മളെ ഓർപ്പിക്കാനാണ്. നമ്മളൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നത്, ഇന്നും സമാധാനത്തോടെ ജീവിക്കുന്നത്, ആരോഗ്യത്തോടെ ജീവിക്കുന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നാവിനെ ഉയർത്തുവാൻ സഹായിക്കുന്നത് കർത്താവിന്റെ കരുണ, ദയ, മനസ്സിലെ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. അത് നമ്മളെ ഓർപ്പിക്കാനായി ഇങ്ങനെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ യാക്കോബിന്റെ പേര് വന്നപ്പോൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞിട്ടും ഇസ്രായേൽ എന്ന് പറയാതെ യാക്കോബ് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയട്ടെ, അത് ദോഷത്തിനല്ല എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. ഇനി ആ യാക്കോബിനെ കുറിച്ച് പിന്നെ പറയുന്നത്, യാക്കോബിന് വാസ്തവത്തിൽ ഒരു ശരിയായ മാനസാന്തരവും ദൈവഭയവും ഉള്ളവനായിരുന്നു. അത് വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട്. ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 42-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 31-42. അവിടെ താൻ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് പറഞ്ഞൊരു വാക്കാ. അത് തന്റെ അമ്മായിയപ്പോഴും പറഞ്ഞ വാക്ക. ഇവിടെ യാക്കോബ് തന്റെ അമ്മായിയപ്പോഴോട് സംസാരിക്കുമ്പോൾ എത്ര ഭക്തിയോടെ ആ ദൈവത്തെക്കുറിച്ച് പറയുന്നു നോക്കിക്കേ. എന്റെ പിതാവിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ഭയമായിരിക്കുന്നവൻ എന്നോട് കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്, അല്ലെങ്കിൽ നീ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി 32-ാം അധ്യായത്തിൽ മാനസാന്തരം, പിന്നെ അങ്ങോട്ട് പോയി പല കാര്യങ്ങൾ ചെയ്യുന്നു. 48-ാം അധ്യായത്തിൽ വരുമ്പോൾ താൻ വേറൊരു വാക്ക് പറയുന്നുണ്ട്. വാക്കൊന്ന് വായിച്ച് 48 വേഴ്സ് 15, 48-ന്റെ
15-ാമത്തെ വാക്യം. അവക്ക് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ താൻ പറയുന്നത്, എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെ ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം ഞാൻ ജനിച്ച കാലം മുതൽ ഇന്നുവരെ എന്നെ പുലർത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, താന് ഈ തെറ്റ് ചെയ്യുമ്പോഴും കുറ്റം സംഭവിക്കുമ്പോഴും ഓടിപ്പോകുമ്പോഴും ഒക്കെ താൻ പറയുന്നത് അന്നും എന്നെ പരിപാലിച്ചതാരാ? ദൈവമാണ്. ഒരു ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, താൻ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ആശയം. ഞാൻ ആ 15-ാം വാക്യം ഒന്ന് ഇംഗ്ലീഷ് വായിച്ച് കേൾപ്പിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ്. ദ ഗോഡ് ഹു The God before whom my father Abraham and Isaac walked. എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഭജിച്ചു വന്നു എന്ന് പറഞ്ഞത്, എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും ഏതൊരു ദൈവത്തിന് മുൻപാകെ നടന്നു വന്നോ എന്നാണ്. അപ്പോൾ താൻ പറയുന്നത് എന്റെ അപ്പനും വല്യപ്പനും ദൈവത്തിന് മുൻപാകെ നടന്നവരാ. പിന്നെ തന്റെ കുറിച്ച് എന്താ പറയുന്നത്? The God who has been my shepherd all in my life. എന്റെ ജീവിതകാലം മുഴുവനും എന്നെ പുലർത്തിയെന്നല്ല ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്നത്. ജീവിതകാലം മുഴുവൻ അവൻ ആരായിരുന്നു? എന്റെ ഇടയനായിരുന്നു, ഷെപ്പേർഡായിരുന്നു. അപ്പോൾ ഞാൻ ആ വാക്ക് ഇങ്ങനെ വിശദീകരിക്കാം. എന്റെ അപ്പനും വല്യപ്പനും ദൈവത്തിന്റെ മുൻപാകെ നടന്നു, യോഗ്യമായി ജീവിച്ചു. ഞാൻ ദൈവത്തിന്റെ പിന്നാലെ നടന്നു. ഇടയൻ നടക്കുന്നു മുന്നാലെ, ആടുകൾ പിന്നാലെ നടക്കും. താൻ പറഞ്ഞ വാക്കതാ. ആ 48-ാം അധ്യായം 15-ാം വാക്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർക്കണം. തനിക്ക് ദൈവത്തോടുള്ള ആ ഹൃദ്യമായ ബന്ധത്തെ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ പഴയ കാര്യം പറയുന്നു, തന്റെ കാര്യം പറയുന്നു. എന്റെ അപ്പനും വല്യപ്പനും ദൈവത്തിന് മുൻപാകെ യോഗ്യമായി നടന്ന് അവരുടെ സ്വഭാവം വെളിപ്പെടുത്തിയെങ്കിൽ ഞാൻ അവന്റെ പിന്നാലെ നടക്കുമായിരുന്നു. അവനൊരു ഇടയനെ പോലെ എന്നെ നടത്തിയെന്ന പറഞ്ഞതിന്റെ ആശയം. ഞാൻ ഇതൊക്കെ പറഞ്ഞതിന്റെ കാരണം ചോദിച്ചാൽ, ഈ മനുഷ്യന് പണ്ടും ഇങ്ങനെ കുഴപ്പം കാണിക്കുന്ന സമയത്തും ഒരു ദൈവഭയമുള്ളവനായിരുന്നുവെന്ന്, ദൈവത്തെ ഭയപ്പെടുന്നതായിരുന്നു എന്ന് പല വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു നല്ല ലക്ഷണമാണ്. അതുകൊണ്ടാണ് തന്റെ ഹൃദയം കഠിനമായി പോകാഞ്ഞതും ഒരു ശരിയായ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തി പിൽക്കാലത്ത് അവനെ ദൈവം അനുഗ്രഹിക്കുകയും ഇന്ന് നമ്മുടെ പഠന വിഷയമായ എബ്രായർ 11 വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ തന്റെ പേര് വന്നതും. എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥ മാനസാന്തരം, യഥാർത്ഥ ഹൃദയ തകർച്ച ഒരിക്കലും നഷ്ടമല്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ സാരം. ഇന്ന് നമുക്ക് 11-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എബ്രായർ 11 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ? മരണകാലത്തിങ്കലാണ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചത്. മരണകാലത്തിങ്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരിക്കാറായെന്ന് എനിക്ക് മനസ്സിലായി. നമുക്കറിയാമല്ലോ, സാധാരണ പ്രായമൊക്കെ ആകുമ്പോഴും രോഗമൊക്കെ കിടക്കുമ്പോഴും ഒക്കെ ചിലർക്ക് മരണസമയം ബോധ്യപ്പെടും. ഒത്തിരി പേര് നമുക്കറിയാം, നമ്മുടെ സഹോദരന്മാർ പലരും അങ്ങനെ അവസാന ഘട്ടങ്ങളിൽ പല കാര്യം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. മരണകാലത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓട്ടവും പോക്കും വരവും എല്ലാം കഴിഞ്ഞു, ഒത്തിരി നന്മ കണ്ടു, ഇനി എൻ്റെ മരണകാലമായി. താനിങ്ങ് മിസ്രൈമിൽ വന്ന് യോസഫിന്റെ സഹായത്താൽ അവിടെ താമസിക്കുക, ഗോഷദേശത്ത് താമസിക്കുക. അപ്പോഴാണ് തന്റെ മരണസമയം അടുക്കുന്നത്. ഒന്ന് വായിച്ചേ, 47-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം, അതിന്റെ 29-ാമത്തെ വാക്യം. താന് മരണസമയത്ത് എന്താ പറയുന്നു നോക്കിക്കേ. തന്റെ ആ കാഴ്ചപ്പാട് എത്രമാത്രം ശ്രേഷ്ഠമാണെന്നറിയാമോ? ആ ആ ആ ഞാൻ മരിക്കുമ്പോൾ എന്നെ മിസ്രൈമിൽ അടക്കരുത്, എന്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന, അവർ വിശ്രമിക്കുന്ന അവിടെ കൊണ്ടുവന്ന് എന്നെ അടക്കണം. തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം മനസ്സിലായോ? ഞാനിപ്പോൾ സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കുന്നു, പക്ഷെ ഞാൻ മിസ്രൈമിലാ. മിസ്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്രൈമിനും ഫറവോനും മരുഭൂമിക്കൊക്കെ വ്യാഖ്യാനം കൊടുക്കുമല്ലോ. മിസ്രൈം എന്ന് പറയുന്നത് പിക്ചർ ഓഫ് വേൾഡ്, ലോകത്തിന്റെ ചിത്രമാണ്. ഞാനിപ്പോൾ ഈ ലോകത്തിൽ പ്രതാപത്തോട് ജീവിക്കുന്നു, ശാന്തമായി ജീവിക്കുന്നു. ഈ മിസ്രൈമിൽ എന്റെ ശേഷിപ്പ് വെച്ചേക്കാൻ പാടില്ല. എന്റെ ശേഷിപ്പ് വേർപെട്ട് ലോകത്തിൽ നിന്ന് വേർപെട്ട് എന്റെ പിതാക്കന്മാരെവിടെയാണോ, എന്റെ കഴിഞ്ഞ കാലത്തിലെ ആൾക്കാരെവിടെയാണോ അവരുടെ കൂടെ, ജനങ്ങളുടെ കൂടെ എനിക്ക് കിടക്കണം. അന്ത്യം എനിക്ക് അവിടെ അവസാനിപ്പിക്കണം. നോക്കണം തന്റെ ആഗ്രഹം. ലോകത്തിൽ നിന്ന്
വേർപെടുവാനുള്ളതിന്റെ ആഗ്രഹം. മിസ്രൈമിൽ വേണ്ട, മിസ്രൈമിൽ ശേഷിപ്പ് വെച്ചേക്കുവാൻ പാടില്ല. നമ്മൾ അടുത്ത ആഴ്ചയും ചിന്തിക്കാൻ പോകുന്നത് അതേ വിഷയത്തിലാണ്, യോസഫിനെ കുറിച്ച്. വളരെ നല്ലൊരു കാഴ്ചപ്പാടാണ്. മിസ്രൈം എന്നെ ഇനി ഓർക്കണ്ട, മിസ്രൈം എന്നെ ഓർക്കണ്ട, ലോകം എന്നെ ഓർക്കണ്ട, ലോകം എന്നെ മാനിക്കണ്ട, എനിക്ക് അതിൽ നിന്നും വേർപെട്ട് നിൽക്കണം. മരണത്തിലും ഞാൻ വേർപാട് ആഗ്രഹിക്കുന്നു, മരണത്തിലും വേർപാട് ആഗ്രഹിക്കുന്നു എന്നാ പറഞ്ഞതിന്റെ സാരം. എന്നെ അവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് താൻ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അപ്പോ മരിക്കാറാകുമ്പം കാര്യങ്ങളെല്ലാം ഓർഡറിലാക്കുക, ക്രമത്തിലാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അതിനൊരു പ്രമാണം ബൈബിളിലുണ്ട്. ഹിസ്കിയ രാജാവ് ദീനം പിടിച്ച് കിടപ്പിലായി. നമുക്കറിയാം ചരിത്രം. രാജാവിന്റെ അടുത്ത് പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നീ മരിക്കും, നിന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്താൻ പറഞ്ഞു. എന്തെങ്കിലും ക്രമപ്പെടുത്താനുണ്ടെങ്കിൽ, സെറ്റിലാക്കാനുണ്ടെങ്കിൽ അതെല്ലാം സെറ്റിലാക്കുക, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, മക്കൾക്ക് വല്ല കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, എല്ലാം ഭംഗിയായി ചെയ്യുക, സമാധാനത്തോടെ കടന്നു പോവുക. ഇത് സാധാരണ മനുഷ്യർ പോലും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിശ്വാസികളും ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ കേൾക്കുന്നവർ മാത്രമല്ല, മറ്റു പലരും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു വാക്ക് ഇങ്ങനെ പറയട്ടെ. മക്കൾ തമ്മിൽ ഭിന്നതയും വഴക്കും ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്നും അമ്മയും അപ്പനും വെച്ചിട്ട് പോകരുത്. എന്തെങ്കിലും വസ്തുവോ സമ്പത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കാലത്തെ വീതിച്ചൊക്കെ കൊടുത്ത് പരിഹരിച്ചൊക്കെ വേണം പോകാനായിട്ട്. നിങ്ങൾ പോയി കഴിയുമ്പം പിന്നെ ഈ മക്കളെല്ലാം കൂടെ കൂടി വഴക്കുണ്ടാക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. അബ്രഹാം കൃത്യമായി ചെയ്തയാളാണ്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു. തന്റെ മകനായ ഇസഹാക്കിന് ന്യായമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു. പിന്നെ തന്റെ വെപ്പാട്ടികളുടെ മക്കൾക്കൊക്കെ കൊടുക്കേണ്ടത് അല്ലാതെ കൊടുത്തു എന്ന് വായിക്കുന്നുണ്ട്. അത് താനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ഇത് വളരെ അത്യാവശ്യമായിട്ടും നാം ചെയ്തിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി തിരിച്ചു പറയുക. ഈ യാക്കോബിന്റെ അവസാന സമയം, താൻ ക്ഷീണിതനായി, രോഗിയായി, ബുദ്ധിമുട്ടായി, ബലഹീനായി കഴിഞ്ഞ സമയത്ത് തന്റെ മക്കൾ തന്റെ കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് യോസഫ് പ്രതാപശാലിയായിട്ട് വാഴുമ്പോൾ തന്നെ താനും വന്ന് അപ്പനെ സഹായിക്കുന്നുണ്ട്, അപ്പന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ കരുതണം, അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. സൗകര്യം പോലെ, നമ്മുടെ ഇഷ്ടം പോലെ അവരോട് ചെയ്താൽ പോലെ, നമ്മളെ അവരെങ്ങനെ വളർത്തിയോ അതുപോലെ നാം അവരെ കരുതണം. നമ്മളെങ്ങനെ വളർത്തിയേ? നമ്മളെങ്ങനെ മാതാപിതാക്കൾ വളർത്തിയേ? കൊച്ചിലെ കയ്യെ പിടിച്ച് കൊണ്ടു നടന്നു. ഇപ്പം പല മാതാപിതാക്കളെയും നമ്മൾ കയ്യെ പിടിച്ച് കൊണ്ടു നടക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യണം. അതിനെന്താ? കൊച്ചിനെ നമുക്ക് കഴിക്കാൻ പ്രാപ്തിയില്ലാത്തപ്പം വാരി തന്നിട്ടില്ലേ? വാരി തന്നിട്ടുണ്ട്. ഇന്ന് പല മാതാപിതാക്കളും ഭവനത്തിൽ തന്നെ കഴിക്കാൻ വയ്യാതിരിക്കുന്നു. എന്ത് ചെയ്യണം? പറ. വാരി കൊടുക്കണം. മടി കാണിക്കരുത്. എന്ത് ചെയ്യണമോ അന്നത്തെ കാര്യം ഓർത്താൽ മതി. നിന്നെ എങ്ങനെയാ വളർത്തിയത് ആ കാര്യം ഓർത്തിട്ട് അതുപോലെ തിരിച്ചു ചെയ്യണം. നിന്നെ വളർത്തുവാൻ ദൈവം അവരെ അന്ന് ഉപയോഗിച്ചു, അവരെ പരിപാലിപ്പാൻ ദൈവം നിന്നെ ഇന്ന് ഉപയോഗിക്കുന്നു. എനിക്കതാണ് മക്കളോട് പറയാനുള്ളത്. മക്കളോട് ഇപ്പോൾ വിളിക്കുന്നവർ മാത്രമല്ല, ഇത് പിന്നീട് കേൾക്കുന്നവരോട് പറയാനുള്ള സന്ദേശം അതാ. നിശ്ചയമായിട്ടും നാം ചെയ്യേണ്ട കാര്യം കടപ്പാട് നിവർത്തിച്ചിരിക്കണം. യാക്കോബ് അങ്ങനെയൊക്കെ ചെയ്ത് സമാധാനത്തിന് പോയത്, മക്കളിൽ നിന്ന് നന്മ അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ കാര്യങ്ങൾ മുൻപോട്ട് പോകണമല്ലോ. മരണകാലത്തിങ്കൽ ക്രമപ്പെടുത്തണം. പത്രോസ് പറഞ്ഞു, 2 ലേഖനം എഴുതിയല്ലോ പത്രോസ്, 2 ലേഖനം, നല്ല ലേഖനങ്ങളാണ്. 2 ലേഖനത്തിൽ പറഞ്ഞു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന അറിവനുസരിച്ച് ഞാൻ മരിക്കാറായി. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുക, ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നു എന്ന് പറഞ്ഞു. ഓർപ്പിച്ച് ഉണർത്തുന്നു. ഞാൻ എന്ത് പറഞ്ഞോ, എന്ത് പ്രസംഗിച്ചോ അത് സത്യമാണ്, നിങ്ങൾ അതുപോലെ ജീവിച്ചു കൊള്ളണമെന്ന് പറഞ്ഞ് തന്നെ ഒന്നുകൂടെ വിശ്വാസികളെ ഓർപ്പിക്കുന്ന വാക്കുകൾ 2-ാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലുണ്ട്. അതിന്റെ അർത്ഥം എന്തറിയാമോ? ഞാൻ കടന്നുപോയാലും, പത്രോസ് പറയുക, ഞാൻ കടന്നുപോയാലും എന്നിലൂടെ ദൈവം എഴുതുവാൻ അനുവദിച്ച പുസ്തകമുണ്ടല്ലോ, അത് കടന്നു പോകത്തില്ല. എക്കാലത്തെയും ദൈവമക്കൾക്ക് അത് ഒരുപോലെ പ്രയോജനമാണെന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ പത്രോസും ജീവിതകാലം സമാധാനത്തോടെ പോയത്. പൗലോസോ എന്താ പറഞ്ഞത്? ഞാൻ നല്ല ഓർക്കരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് അഹങ്കാരത്തിന്റെ വാക്കല്ല, പ്രൈഡിന്റെ വാക്കല്ല, ദൈവകൃപയുടെ വാക്കുകളാ. താൻ പലപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ അയക്കുന്നത് ദൈവകൃപയല്ല, കർത്താവ് എന്നെ വിശ്വസ്തം നേടി വേലക്കാക്കിയിരിക്കുക. എല്ലാവരും കൈവിട്ടപ്പോഴും കർത്താവ് കൈവിട്ടില്ല, എല്ലാം താൻ സമ്മതിക്കുന്നുണ്ട്. അവസാനം പറയുന്നത്, ഞാൻ നല്ല ഓർക്കുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് കിരീടം കർത്താവ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, തന്റെ പ്രത്യക്ഷതയിൽ
പ്രിയം വെച്ചിരിക്കുന്ന നിങ്ങൾക്കും കിട്ടും, ഏവർക്കും കിട്ടും. അപ്പോൾ അനേക ദേവദാസന്മാരെ അവസാന സമയത്ത് വളരെ പ്രത്യാശയോടെ ഉറപ്പോടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് മാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ ഒന്നുകൂടി ഓർപ്പിച്ചിട്ട് കടന്നു പോയവരാ. അതൊരു പ്രമാണമാണ്, അത് ബൈബിളിലൊരു പ്രമാണമാണ്. ആ മറ്റേ സഹോദരനെ കുറിച്ച് ഇപ്പോൾ ഒന്നും അറിയാനൊന്നുമില്ല, കുറച്ചു നാളായല്ലോ, പുള്ളി ചത്തുപോയി, അങ്ങനെ പറഞ്ഞാൽ മതിയോ? നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ, അങ്ങനെ പറഞ്ഞാൽ പോരാ. നമ്മൾ പോകുമ്പം ചിലത് വിട്ടിട്ട് പോകണം, ചില കാര്യങ്ങൾ ചില ഏൽപ്പിച്ചിട്ട് പോകണം, ചില കാര്യങ്ങൾ തീർത്തിട്ട് പോകണം, ചിലർക്ക് ചില കാര്യങ്ങളെ മാതൃകയായിട്ട് വെച്ചിട്ട് പോകണം. ഇവിടെ അങ്ങനെ വെച്ചിട്ട് പോയി. യാക്കോബ് മരണകാലത്തിൽ, പിന്നെ ഒന്നുകൂടി വായിച്ചാൽ അതിൽ ബാക്കി വാക്യം, എബ്രായ ലേഖനം 11 അധ്യായം 21 വാക്യം, വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കിൽ യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് തന്റെ വിശ്വാസവീരനാക്കി തീർത്തത്. നമ്മൾ ഇത്രയും ചിന്തിച്ചത് അതിന്റെ മുഖോരയായിട്ട് യാക്കോബിനെ കുറിച്ചായിരുന്നു. ഈ അനുഗ്രഹിച്ചു, അനുഗ്രഹം കൊടുത്തു എന്നൊക്കെ പറയുമ്പം അതിന് ചില പ്രമാണങ്ങൾ ബൈബിളിലുണ്ട്. നമ്മൾ ആ പ്രമാണം അതിന്റെ ഓർഡറിൽ ചിന്തിക്കാൻ പോകും ക്രമമായിട്ട്. അവിടെ എന്തുകൊണ്ടാണ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചത്? അനുഗ്രഹിച്ചപ്പോൾ തന്നെ യോസഫ് മക്കളെ മുൻപിൽ കൊണ്ട് നിർത്തി അതുപോലെ അല്ല അദ്ദേഹം അനുഗ്രഹിച്ചത്. അദ്ദേഹം കൈയൊക്കെ ഇങ്ങനെ വെച്ച് അനുഗ്രഹിച്ചത്. അതിലേക്ക് പിമ്പിൽ ചില കാരണങ്ങളുണ്ട്. നമ്മൾ അതിന്റെ ക്രമത്തിലും ചിന്തിക്കാൻ പോവുക. ഒന്ന് ശ്രദ്ധിച്ചോണം. ആവർത്തന പുസ്തകം 21 അധ്യായം, ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 21, ഈ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ചില പ്രമാണങ്ങളാണ്. അതിന്റെ 15ഉം 16ഉം വാക്യം. ആവർത്തന പുസ്തകം 21 അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യം. ഇവിടെ വായിക്കുമ്പോ ഒരു പ്രമാണമാണ്. ഒരു മനുഷ്യന് 2 ഭാര്യമാരുണ്ട്. ഒരു ഭാര്യയോട് അവന് ധാരാളം ഇഷ്ടമുണ്ട്, മറ്റൊരു ഭാര്യയോട് അത്ര ഇഷ്ടമുള്ള അനിഷ്ടമാണ്. അനിഷ്ടയാണ് ആദ്യത്തെ മകനെ പ്രസവിച്ചത്, ഇഷ്ടമുള്ളവരാണ് രണ്ടാമത്തെ മകനെ പ്രസവിച്ചത്. അങ്ങനെയെങ്കിൽ പോലും സ്വത്ത് വീതിക്കുമ്പോഴോ ജ്യേഷ്ഠാവകാശം അനുഗ്രഹമായിട്ട് കൊടുക്കുമ്പോഴോ അനിഷ്ടയുടെ മകനായതുകൊണ്ട് അവന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അവന് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇനി അത് പറയുന്നത് ഞാൻ വേറെ കാര്യം പറയാം. ഒരുത്തിന് 2 ഭാര്യമാരുണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 2 ഭാര്യ എന്ന് പറയുന്നത് ദൈവിക പ്രമാണമാണോ? അല്ല. പലയിടത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സന്ദർഭവശാൽ സംസാരിക്കുമ്പോൾ. പണ്ട് ബഹുഭാര്യത്വം നിലവിലുള്ള കാലത്ത് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനൊരു പ്രമാണം ഇല്ല, അത് നിലവിലുള്ള കാലം ബൈബിളിലില്ല. ഇനി അതിന്റെ വാക്യം പറയാം. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന. തക്കതായ ഒരു തുണ. അവന്റെ ഭാര്യയിൽ ഒന്നെടുത്തു ഒരു സ്ത്രീയെ ഉണ്ടാക്കിയെന്ന. അപ്പം ഉണ്ടാക്കുന്നത് ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പ്രമാണമായിട്ട് വന്നപ്പോൾ ഏക ഭാര്യ, ഏക ഭർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചിത്രമാണല്ലോ. അവിടെ വരുമ്പോൾ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യകമാരാണോ കന്യകയാണോ? കന്യക. ലോകത്തെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരെ കൂടെ ചേർത്ത് പറയുന്ന വാക്കാണ് കന്യക. അപ്പോൾ 1 എന്നുള്ളത് പ്രമാണമാ, അതിന് യാതൊരു മാറ്റവുമില്ല. പിന്നെ എന്തെന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ഈ പണക്കാരൊക്കെ ആയതുകൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പം അവരുടെ കൂടെ അവരുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരെ ഒക്കെ വിടും. അവരെ കൂട്ടത്തിൽ വെപ്പാട്ടികളായിട്ടൊക്കെ സ്വീകരിച്ച് പോകാറുണ്ടായിരുന്നു. അങ്ങനൊരു പതിവുണ്ടായിരുന്നു. പക്ഷെ പ്രമാണമല്ലായിരുന്നു. പതിവാണ്, പ്രമാണമല്ല. ഇനി അങ്ങനെ ഒരു പതിവ് ഉള്ള കാലത്താണെങ്കിൽ പോലും ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കർത്താവ് കർശനമായിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമായാലും കൊള്ളാം, ഇഷ്ടമല്ലെങ്കിലും കൊള്ളാം, ആദ്യം ജനിക്കുന്നവന് വേണം ജ്യേഷ്ഠാവകാശം കൊടുക്കാൻ. അപ്പൊ പ്രമാണത്തിന് മാറ്റമില്ല എന്ന പറഞ്ഞതിന്റെ ആശയം മനസ്സിലായാലും ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇനി അത് വിശദീകരിക്കാൻ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ജോസഫിന്റെ ഒക്കെ ജനനം വായിച്ചോ. 29 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 31, 32 വാക്യം. ജെനസിസ് ചാപ്റ്റർ 29, 31 and 32, 31, 32. യാക്കോബിന് മക്കൾ ജനിക്കുന്നത് ലേയ അനിഷ്ടയ. ആ ആ ആ ആ
അപ്പൊ ലേയുടെ മകനാണ് രൂപൻ. യാക്കോബിന് ലേയിലുണ്ടായ മകനാണ് രൂപൻ. അവനാണ് ആദ്യജാതൻ. പക്ഷെ ലേയ അനിഷ്ടയ. കാരണം എന്നാ? റാഹേലിനെയാ യാക്കോബ് ആദ്യമേ സ്നേഹിച്ചത്. യാക്കോബ് റാഹേലാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്തത് ലേയായിരുന്നു. അവനെ കളിപ്പിച്ചത് അമ്മായപ്പൻ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ അനിഷ്ട പ്രസവിച്ച ആദ്യ മകൻ രൂപൻ, അവനാണ് മൂത്തവൻ. ഇനി 30-ാം അധ്യായം 22-ാം വാക്യം, 30-22. റാഹേലിനെ ഓർത്തു. അപേക്ഷ കേട്ടു. അവൾ കിടപ്പ് തുറന്നു, ഒരു മകനെ പ്രസവിച്ചു. യോസഫ് എന്ന് പേരിട്ടു. അപ്പോ അനിഷ്ടയുടെ മകന്റെ പേര് രൂപൻ, അവനാണ് ആദ്യാതൻ. ഇഷ്ടയായിരിക്കുന്ന റാഹേലിന്റെ മകന്റെ പേരാണ് യോസഫ്. അവൻ പിന്നത്തെ മകനാ, രണ്ടാമത്തെ അല്ല, അവസാനത്തെ മകനാ. കണക്ക് വരുമ്പോൾ പിന്നത്തെ മകനാ. അപ്പൊ അത് അങ്ങനെ നിൽക്കട്ടെ. രണ്ട് കാര്യമായി: ഒന്ന് പ്രമാണം, രണ്ട് ഇവർ ജനിച്ച കാര്യങ്ങൾ എന്ന് മറന്നു പോകരുത്. അടുത്തത് 41-ാം അധ്യായത്തിലേക്ക് വരാം. 41-ാം അധ്യായം. യോസഫ് മിസ്രൈമിൽ ചെന്നു, മന്ത്രിയായി കഴിഞ്ഞപ്പോൾ, രണ്ടാമത്തെ ആളായി കഴിഞ്ഞപ്പോൾ രാജാവ് അവനൊരു ഭാര്യയെ കൊടുത്തു. അവന്റെ ഭാര്യ അവന് മക്കളെ പ്രസവിച്ച കാര്യമാണ് വായിക്കാൻ പോകുന്നത്. 41-ന്റെ 51, 41 വേഴ്സ് 51. മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് മനസ്സയാണ് യോസഫിന്റെ മൂത്ത മകൻ. യോസഫിന്റെ മൂത്ത മകന്റെ പേരാണ് മനസ്സെ. ഇത് മറന്നു പോകുന്ന എനിക്കറിയാം, എങ്കിലും ഞാനങ്ങ് പറയുക, ഓർത്തിരിക്കുക. അതിന് പറഞ്ഞ പേര് കാരണം അതിന്റെ പേരിന്റെ അർത്ഥം ഫൊർഗെറ്റ്ഫുൾ, മറക്കുമാറാക്കി. ഇനി അതെന്തുമാകട്ടെ, എന്റെ പിതൃഭവനം, എന്റെ സഹോദരന്മാരൊക്കെ എന്നോട് ചെയ്തത് ഞാനത് മറന്നു എന്നും ആകട്ടെ, ഞാനത് ക്ഷമിച്ചു എന്നും ആകട്ടെ, എന്തുമാകട്ടെ. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഫൊർഗെറ്റ്ഫുൾനെസ് എന്നാണ്. അത് ക്ഷമിച്ചു എന്തുമാകട്ടെ, അതിന്റെ പേരിൽ ഞാൻ അവന് പേരിട്ടേക്കുന്നത് മനശ്ശെ എന്ന. മനശ്ശ, യോസഫിന്റെ മൂത്ത മകന്റെ പേരാണ് മനശ്ശ. മറക്കുമാറാക്കി, ഫൊർഗെറ്റ്ഫുൾ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് 52-ാം വാക്യം. അടുത്ത വാക്യം. എഫ്രൈം എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം എന്തുവാ? ഫ്രൂട്ട്ഫുൾനെസ്, വർദ്ധിപ്പിച്ചു. ഒന്ന് മറക്കുമാറാക്കി, രണ്ട് വർദ്ധിപ്പിച്ചു. മനശ്ശ, എഫ്രൈം, രണ്ട് മക്കൾ. ഒന്ന് മൂത്തവന്റെ പേര് മനശ്ശ, രണ്ടാമത്തെ പേര് എഫ്രൈം. ഇനി യാക്കോബിന്റെ മൂത്തവന്റെ പേരെന്തുവാ? രൂബേൻ. അവൻ മറ്റവന്റെ പേരെന്തുവാ? യോസഫ്. അപ്പൊ ഈ അനുഗ്രഹം കിട്ടേണ്ടത് ആർക്കെന്ന് മനസ്സിലായല്ലോ? രണ്ടിടത്തെയും മൂത്തോർക്കാണ് അനുഗ്രഹം കിട്ടേണ്ടത്. യാക്കോബ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. യാക്കോബ് യോസഫിന്റെ മക്കള് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് തന്നെ വിശ്വാസ വീരനാക്കി മാറ്റിയത്. അതാണ് ചിന്തിച്ചു വരുന്നത്. ഇനി വായിച്ചു യാക്കോബ് അനുഗ്രഹിക്കുന്ന സംഭവം. 48-ാം അധ്യായം 1-ാമത്തെ വാക്യം. യാക്കോബ് മിസ്രൈമിലാണ്, പ്രായമായി വരുന്നു. അപ്പോൾ മരിക്കാൻ സമയമായി. ആ സമയം സംഭവിക്കുന്ന കാര്യം 48-ന്റെ 1. യോസഫിന്റെ അടുത്ത് ആളയച്ചു പറയിപ്പിച്ചു. അപ്പൻ ദീനമായി കിടക്കുന്നു, ക്ഷീണമായി കിടക്കുന്നു. ഉടനെ യോസഫ് എന്ത് ചെയ്തു? മനശ്ശെ, എഫ്രൈം എന്ന രണ്ട് മക്കളെയും കൊണ്ട് അപ്പനെ കാണാനായിട്ട് വന്നു. 8-ാമത്തെ വാക്യം. ചോദിച്ചു. 9-ാം വാക്യം. അപ്പോൾ യോസഫ് അപ്പനെ കാണാൻ വന്നത് തന്റെ രണ്ട് മക്കളെയും കൊണ്ടാ, മൂത്തവനെയും ഇളയവനെയും കൊണ്ടാ. അപ്പൻ ദീനമായി കിടക്കുക. അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതൊന്നുമല്ല, അപ്പൻ ക്ഷീണമായതുകൊണ്ട് അപ്പനെ കാണാൻ വന്നതാ. അപ്പൊ അപ്പൻ ചോദിച്ചു, ഇതാരാ നിന്റെ കൂടെ വന്നിരിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് ഈ ദേശത്ത് ദൈവം തന്ന രണ്ട് മക്കളാണ്, മനശ്ശെയും എഫ്രൈമും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, എനിക്ക് അവരെ അനുഗ്രഹിക്കണം. താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് അവരെ അനുഗ്രഹിക്കണം എന്നുള്ള കാര്യം. അവരെ അനുഗ്രഹിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് അതിന്റെ 13-ാമത്തെ വാക്യം. 48. എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടങ്കൈയുടെ മുമ്പിൽ നിർത്തി. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. യോസഫ് അവിടെ ഇരിക്കുന്നു, യാക്കോബ് അവിടെ ഇരിക്കുന്നു. യോസഫ് മക്കളെയും കൊണ്ട് വന്നു.
ഇതാരാൻ ചോദിച്ചും പറഞ്ഞു, എനിക്ക് ദൈവം തന്ന 2 മക്കളാ, അവർ മനസ്സേന്നും എഫ്രൈം എന്നും അവരുടെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എനിക്ക് അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ യോസഫ് എന്ത് ചെയ്യുന്നറിയാമോ? മൂത്തവനെ തന്റെ ഇടത്തെ കൈകൊണ്ട് പിടിച്ചു, യോസഫിന്റെ, എന്നിട്ട് യാക്കോവിന്റെ മുമ്പ് നിർത്തി. അപ്പൊ യാക്കോവിന്റെ വലത്തെ കൈയെടുത്ത് അവനെ നിർത്തി. ഇളയവനെ വലത്തെ കൈകൊണ്ട് പിടിച്ചിട്ട് യാക്കോവിന് മുമ്പ് നിർത്തി. അപ്പൊ യാക്കോവിന്റെ ഇടത്തെ കൈയെടുത്തുകൊണ്ട് അവിടെ നിർത്തി. യാക്കോവിന്റെ ഇടത്തെ കൈയുടെ മുമ്പിൽ ഇളയവനെയും യാക്കോവിന്റെ വലത്തെ കൈയുടെ മുമ്പിൽ മൂത്തവനെയും നിർത്തി. മനസ്സിലായോ? അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? അങ്ങനെ പറഞ്ഞേക്കുന്നത്. 14-ാം വാക്യം വായിലെ 14-ാം വാക്യം. മനസ്സിലായോ? അപ്പൊ യോസഫ് വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു. യോസഫിനറിയാം, ഇതിനിടയ്ക്ക് വാക്യം ഉണ്ടെങ്കിൽ വായിച്ചില്ലെന്നേ ഉള്ളൂ, യാക്കോബിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. തെറ്റിപ്പോകാതിരിക്കാനായിട്ട് മൂത്തവന് വലങ്കൈ വെച്ച് സകല അനുഗ്രഹം കിട്ടേണ്ടതിന് അവനെ വലത്തെ കൈയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. മനസ്സെ അവിടെ കൊണ്ട് നിർത്തി. എഫ്രൈമിനെ ഇവിടെ കൊണ്ട് നിർത്തി. മനസ്സിലായോ? യോസഫ് എന്ത് ചെയ്തു? യാക്കോബ് എന്ത് ചെയ്തു? കൈ അങ്ങ് തിരിച്ചു വെച്ചു. അപ്പൊ വലത്തെ കൈ എവിടെ ചെന്നു? ഇളയവന്റെ തലയിൽ ചെന്നു. ഇടത്തെ കൈയെ മൂത്തവൻ തലയിൽ ചെന്നു. അത് യോസഫിന് ഇഷ്ടപ്പെട്ടില്ലെന്നാ വായിക്കുന്നത്. അതിപ്പോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കും വിഷയമല്ലല്ലോ. ഈ ചെയ്തിരിക്കുന്നത് വിശ്വാസത്താലാണ്. ചെയ്തിരിക്കുന്ന പിന്നിൽ ചില പ്രമാണങ്ങളുണ്ട്, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇനി 18-ാം വാക്യം വായിച്ചേ. 18-ാം വാക്യം യോസഫ് എന്താ പറയുന്നത്? അപ്പനോട് അങ്ങനെയല്ലെന്ന്. ആ ആ ആ ആ ആ അപ്പൊ യോസഫിനറിയാം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹം ശരിയായിട്ട് കിട്ടുന്ന പോലെ കിട്ടിക്കോളും എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ വെച്ചു. പക്ഷെ യാക്കോബ് കൈ തിരിച്ചു വെച്ച് അനുഗ്രഹിച്ചു. യോസഫ് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് യോസഫ് പറഞ്ഞു അങ്ങനെ അല്ലെന്ന്. അപ്പോഴാണ് പറയുക അങ്ങനെ അല്ലെന്ന്. അപ്പൊ അപ്പം പറഞ്ഞു അങ്ങനെയാകുമ്പോൾ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് താൻ മറുപടി പറയാം, ഇവനും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് എന്താ അങ്ങനെ ചെരിഞ്ഞു ചോദിച്ചാൽ, യാക്കോബിന് അറിയാം, കണ്ണിന് കാഴ്ച കുറവുണ്ടെങ്കിൽ തനിക്കറിയാം ഈ യോസഫ് കാര്യങ്ങൾ അറിയാവുന്നവനായതുകൊണ്ട്, പ്രമാണം അറിയാവുന്നവനാകൊണ്ട് വലത്തെ കൈ മൂത്തവന്റെ തല വെക്കത്തക്കൊണ്ടമേ കൊണ്ട് നിർത്തത്തുള്ളെന്ന് അറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം താൻ എന്ത് ചെയ്തു? ഇങ്ങനെ തിരിച്ചു വെച്ച് അനുഗ്രഹിച്ചു. ഈ വിഷയമാണ് തന്നെ വിശ്വാസവീരനാക്കി തീർത്തത്. കണ്ണ് കാണത്തില്ലെങ്കിലും മകൻ, താൻ അധികം സ്നേഹിക്കുന്ന തന്റെ മകൻ യോസഫ് മക്കളെ നിർത്തേണ്ടതുപോലെ നിർത്തിയെങ്കിലും താൻ കാര്യങ്ങൾ ചെയ്തത് മാനുഷിക നിലയിൽ പറഞ്ഞാൽ നേരെ തിരിച്ച. അതിന് കാരണമുണ്ട്. വായിച്ചു. 1 ദിനവൃത്താന്തം, 1 Chronicles chapter 5 verse 1. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. മൂത്തവൻ തന്നെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടത് എന്നൊക്കെയാണെങ്കിൽ പോലും അവിടെ മക്കളെ കുറിച്ച് ചരിത്രം പറയാ. 12 മക്കളുടെ ചരിത്രം പറയുന്നുണ്ട് അവിടെ മുൻപുള്ള അധ്യായത്തിലൊക്കെ. അവിടെ 5-ാം അധ്യായത്തിൽ തുടങ്ങുമ്പം രൂബേന്റെ ചരിത്രം പറയാ, വംശാവലി. ഇസ്രായേലിന്റെ വായിച്ചേ. ആദ്യാന്റെ പേരെന്തുവാ? രൂബേൻ. അതിന്റെ ഇളയതല്ലേ യോസഫ്? ആന്നല്ലോ, നമ്മൾ ഓർത്തതല്ലേ? ആന്നു. അപ്പൊ അനുഗ്രഹം കിട്ടേണ്ടത് ആർക്കാ? രൂബേനാ. ആ പുത്രന്മാർ വായിച്ചേ. അവനല്ലോ ആദിയാതൻ. എങ്കിലും മനസ്സിലായോ? ആക്കിയതുകൊണ്ട് അവിടെ പുത്രന്മാർക്ക് എന്തിനാ കൊടുത്തേ? ആ ജ്യേഷ്ഠാവകാശം കിട്ടേണ്ട രൂപൻ ഒരു അക്രമം കാണിച്ചു. അയോഗ്യമായ ഒരു പ്രവൃത്തി അവൻ ചെയ്തു. പറഞ്ഞിട്ട് എന്താണെന്ന്? അവന്റെ അപ്പന്റെ വെപ്പാട്ടിയോടുകൂടി അവൻ സഹിച്ചു. പാവമാ, ലംഘനമാ. അപ്പന് സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അത്. കഠിനമായ ലംഘനമായതുകൊണ്ട് അവൻ ലഭിക്കേണ്ട നന്മ നഷ്ടപ്പെടുകയാണ്. അവനെ അയോഗ്യനായി തീർന്നു. മൂത്തവന് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അപ്പന്റെ സ്ഥാനമാ. നമ്മൾ പറയത്തില്ല അങ്ങനെയൊക്കെ അല്ലേ? അപ്പന്റെ സ്ഥാനമാ, പൗരോഹിത്യ സ്ഥാനമാ. ഇരട്ടി നന്മയ്ക്ക് ഇരട്ടി അവകാശത്തിന് യോഗ്യനാണ്. അതെല്ലാം അവന്റെ ദുഷ്പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവന് കിട്ടേണ്ടത് ആർക്കാ? യോസഫിനാ ഉള്ളത്. അത് ആർക്ക് കൊടുത്തു? യോസഫിന് മക്കൾക്ക് കൊടുത്തു. യോസഫിന് മക്കൾക്ക് കൊടുക്കാൻ കാരണമുണ്ട്. 48-ാം അധ്യായം ഒന്നുകൂടെ നോക്കി. അവിടെ ഒരു വാക്ക് ഉണ്ടല്ലോ, യോസഫിന്റെ അടുത്തേക്ക് വരുമ്പോഴേ നിന്റെ 2 മക്കളെ എനിക്ക് തരാനായിട്ട് താൻ അവകാശപ്പെടുന്നുണ്ട്. 48-ന്റെ
5-ാം വാക്യം. ആ ആ മനസ്സിലായോ? യാക്കോബ് പറയുക, നിനക്ക് ഇവിടെ വെച്ച് ജനിച്ച മനസ്സയും എഫ്രൈമും എനിക്കുള്ളവരായിരിക്കട്ടെ, ഞാൻ അവരെ എന്റെ മക്കളെ പോലെ കരുതുക. പിന്നീട് സാവകാശം വീട്ടിൽ പോയിട്ട് ഗോത്രപിതാക്കന്മാരുടെ പേര് പഴയ നിയമത്തിന്റെ ബൈബിളിന്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, 12 പേരുടെ പേര്. അക്കൂട്ടത്തിൽ യോസഫുമില്ല, പിന്നെ ഇല്ലാത്തതാര മനസ്സയുമില്ല. അതിന് പകരം വന്നേക്കുന്നത് ഇവർ 2 പേരുടെ പേരാ, ഈ 2 മക്കളുടെ പേരാ. മനസ്സിലായോ? എനിക്കുള്ളവരെന്ന് പറഞ്ഞ് അവരെ സ്വീകരിച്ചു. അവരെ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണി 2 പേരെ അവിടെ ആഡ് ചെയ്തിട്ട് യോസഫിനെയും തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ സഹോദരനെയും മാറ്റി. കാരണം അവൻ ലംഘനം ചെയ്തവനാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അനുഗ്രഹത്തിന് അർഹതയുള്ളവനായിരുന്നു. പ്രമാണപ്രകാരം അവനത് ലഭിക്കണമായിരുന്നു. അവൻ ചെയ്ത കഠിനമായ ലംഘന മുഖാന്തരം അവന്റെ അപ്പൻ അവനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റി. അത് അവന്റെ മനസ്സിലുണ്ട്, ആ വേദന അവന്റെ മനസ്സിലുണ്ട്. അപ്പോൾ തന്നെ പ്രമാണം അവന്റെ ഹൃദയത്തിലും ഉണ്ട്. ഈ 2 കൂടി ചേർന്ന് വന്നപ്പോൾ കൈ എങ്ങനെ വെച്ചു? പിൽക്കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായലേഖനം എഴുതിയപ്പോൾ എഴുതി, വിശ്വാസത്താൽ യാക്കോബ് യോസഫിന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചു. നമുക്കത് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകത്തില്ല ഇതെന്തോ എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം. അത് വിശ്വാസത്തിൽ ചെയ്തതാണ്. അവൻ വിശ്വാസത്തിൽ ഉറപ്പുള്ളവനാണ്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ ഉറപ്പുള്ളതുകൊണ്ടാണ് പാപത്തെ പാപമായി കണ്ട് ലംഘനത്തെ ലംഘനമായി കണ്ട് അവനെ ഒഴിച്ചു. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒരു പാഠം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നമ്മൾ എത്ര ലംഘനം ചെയ്താലും, നമ്മളെന്ന് പറയുന്നത് കൃപായുഗത്തിൽ ജീവിക്കുന്നവരാ, സഭായുഗത്തിൽ ജീവിക്കുന്നവരാ, വിശ്വാസികളാ, കൃപയാൽ ഭാഗ്യവശാൽ കർത്താവിന്റെ ക്രൂശുമരണ മുഖാന്തരം രക്ഷിക്കപ്പെട്ടവരാ. നമ്മെ സംബന്ധിച്ച് ലംഘനം സംഭവിച്ചത് കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ കർത്താവ് കുറയ്ക്കുമോ? കുറയ്ക്കത്തില്ല. നാം ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പ്രതിഫലം തരും. നമ്മുടെ പ്രതിഫലത്തെയോ നന്മയോ അനുഗ്രഹത്തെയോ സ്ഥാനമാനത്തെയോ ഒന്നും ലംഘനത്തിന്റെ കാരണത്താൽ കുറവരത്തില്ല. പക്ഷെ ആ ലംഘന കാലയളവിലുള്ള പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പ്രതിഫലത്തിന് കുറവ് വരും എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്തില്ലല്ലോ, അവിടെ നഷ്ടപ്പെടാനില്ല. ചെയ്തതിന്റെ ഒന്നും നഷ്ടം വരത്തില്ല. തെറ്റ് ചെയ്താൽ നമ്മുടെ പ്രതിഫലത്തെ അത് ബാധിക്കത്തില്ല. നന്മ ചെയ്യുമ്പോൾ പ്രതിഫലം അധികം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നാം ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ഈ കർത്താവിനെ നമുക്ക് ഭക്തിയോടെ ഭയപ്പെട്ട് സ്നേഹിച്ച് ജീവിക്കാം. എത്ര ഭംഗിയായിട്ട് ഒരുക്കി വെച്ചേക്കുന്നത് നമ്മുടെ രക്ഷയും ഭാവിയും നമ്മുടെ പ്രതിഫലവും എല്ലാം. ഇത് കർത്താവിനെ നാം ബഹുമാനിപ്പാൻ ബാധ്യസ്ഥരാ. 1-2 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് യാക്കോബിന്റെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ചാണ്. യാക്കോബ് ആ വാക്യം അവസാനം വായിക്കുന്നത് എങ്ങനെയാ? എബ്രായർ 11:21 വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുകയും വടിയുടെ അടുത്ത് ചാരിക്കൊണ്ട് നമസ്കരിച്ച് പറഞ്ഞാൽ തന്റെ ജീവിതം കഴിഞ്ഞു എന്നുള്ള അർത്ഥം. വടി എന്ന് പറഞ്ഞിരിക്കുന്ന അവിടെ വടിയെന്നും കട്ടിലെന്നും പറയുന്ന എബ്രായ വാക്കിന് ഏകദേശം ഒരേ ആശയം വരുന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ ഉച്ചാരണത്തെ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും തന്റെ അവസാനം താൻ ചാരി ലീൻ ചെയ്തു, ചാരി ജീവിതം അവസാനിപ്പിച്ചു, ജീവിതം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ യോസഫിനെ കുറിച്ച് നമ്മുടെ ഓർമ്മയിൽ, യാക്കോബിനെ കുറിച്ച് നമ്മുടെ ഓർമ്മയിൽ അവനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ? ഓടുക, അല്ലേ? ഓടുക. ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്നു, അമ്മായപ്പനെ കളിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഓടുന്നു. ഈ ഓട്ടത്തിൽ വിദഗ്ധനായിരുന്നു ആദ്യകാലത്ത് ഈ യാക്കോബ്. അത് ചതിവ് ഉള്ള സമയത്താണ്. അത് കഴിഞ്ഞപ്പോൾ 32-ാം അധ്യായത്തിലേക്ക് വരുമ്പം ജബ്ബോ കടവ് കടന്നു പോവുക. അവിടെ കൂടെ താൻ നടക്കുക, ഓടുകയല്ല. നടന്നു ചെന്ന് ദൈവമായിട്ട് സന്ധിച്ച് മൽപ്പിടുത്തം ഉണ്ടായി അനുഗ്രഹം പ്രാപിച്ച് അവിടുന്ന് അവൻ മുൻപോട്ട് പോവുക. അപ്പോൾ ഓടി ജീവിതം തുടങ്ങിയവൻ നടപ്പിലേക്ക് മടങ്ങി വന്നു. പക്ഷെ നടപ്പിലേക്ക് മടങ്ങി വന്ന് അനുഗ്രഹം പ്രാപിച്ച ശേഷം പിന്നെ എങ്ങനെ നടന്നേ? മുടന്തി നടന്നേ. ഓടി, നടന്നു, മുടന്തി. 48-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിച്ച് 42-1. ദീനമായിട്ട് കിടക്കുക. അപ്പൊ ഇവിടെ ഓട്ടം കഴിഞ്ഞു, നടപ്പ് കഴിഞ്ഞു,
മുടന്തി കഴിഞ്ഞ് ഇപ്പൊ എന്തായി? കിടപ്പായി കഴിഞ്ഞപ്പോൾ യോസഫ് വന്നു. യോസഫും മക്കളും കൊണ്ട് വന്നപ്പോൾ എഴുന്നേറ്റിരുന്നു, അനുഗ്രഹിച്ചു. അവസാനം നമ്മൾ വായിച്ചത് വടിവെട്ടത്ത് ചാരി, ലീൻ. ഒരു പ്രധാനപ്പെട്ട വാക്ക ചാരുക എന്നുള്ളത്. ചാരുക. നമ്മൾ വാസ്തവത്തിൽ ജീവിതം ആരംഭിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തീയ ജീവിതം കർത്താവിൽ ചാരിയ. അവസാനിപ്പിക്കേണ്ടതോ കർത്താവിൽ ചാരിയ. യോസഫിന് അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റി. തുടക്കം ഓട്ടമായിരുന്നു, പക്ഷെ അവസാനം നന്നായി. ഒരു വാക്കോട് വായിച്ചു. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 7:1. തന്റെ മാനസാന്തരത്തിന്റെ ലക്ഷണമാണ് താൻ അവസാനമെങ്കിലും ചാരി ആശ്വസിച്ചു എന്നുള്ള കാര്യം. മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, ആദ്യത്തെ ക്ലാസ്സിൽ മുഖവര പറഞ്ഞപ്പോൾ വിശ്വാസ ജീവിതം വിശ്വാസത്തിൽ ആരംഭിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, വിശ്വാസത്തിൽ തുടരണം, എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ മരിക്കണം. അങ്ങനെ ഒരു വാക്യമുണ്ട്. 11-ാം വാക്യമുണ്ട്, 13-ാം വാക്യമുണ്ട്. വിശ്വാസത്തിൽ മരിക്കണം. മരണം വരെ ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോടൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ വായിച്ചു. 2 കൊരിന്ത്യർ 13:5 നോക്കിക്കേ. 2 കൊരിന്ത്യർ 13:5. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെയ്യേണ്ട കാര്യമാണത്. വായിച്ച്. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. മനസ്സിലായോ? ശോധന ചെയ്യുവീൻ. നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ പരീക്ഷിക്കണം, ശോധന ചെയ്യണം. ഞാൻ ഇന്നും വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽക്കുന്നുണ്ടോ, അതോ പ്രതികൂലവും പ്രയാസം വരുമ്പോൾ പതറിപ്പോകുന്നുണ്ടോ, വാക്യം വായിക്കുമ്പോൾ സംശയിക്കുന്നുണ്ടോ, നാളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. നമ്മൾ തുടങ്ങിയതുപോലെ അല്ല, അതിലും വളർന്നു വരണം, നിലനിന്ന് വരണം. അവസാനം വിശ്വാസത്തിൽ തന്നെ നമ്മുടെ ജീവിതം അവസാനിക്കണം. ചാരി കർത്താവിൽ ചാരി മുൻപോട്ട് പോകാനും, കർത്താവിൽ ചാരി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുവാനും, പ്രത്യാശയോടെ കടന്നു പോകാനും ഈ ചിന്ത മുഖാന്തരമായിട്ട് തീരട്ടെ. യോസഫ് നമുക്ക് ഒത്തിരി മാതൃക വെച്ചിട്ട് പോയ മനുഷ്യനാണ്. ഒത്തിരി മാതൃക. തന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവഭയം ഉണ്ടായിരുന്നു, പ്രമാണം ഉണ്ടായിരുന്നു. അത് പാലിച്ചുകൊണ്ടാണ് താൻ ജീവിച്ചത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും തന്റെ അനുഗ്രഹത്തിന്റെ രീതി ആ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള അനുഗ്രഹമായിരുന്നു. വരും ദിവസങ്ങളിൽ ചിന്ത നമുക്ക് ദൈവത്തെ അധികം മഹത്വപ്പെടുത്തുവാൻ, ഭയപ്പെടുവാൻ മുഖാന്തരമാക്കി